ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതുവിന് നേരെ കയ്യേറ്റ ശ്രമം പറവൂർ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, അതിക്രൂരമായ കൊലപാതകമാണ്. അതിന്റെ ഒരു പ്രതികരണം കൂടിയാണ് പല നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കോടതിക്ക് മുന്നിലുണ്ടായത്. ഋതുവിനെ സംബന്ധിച്ചും നിയമ നടപടികളെ സംബന്ധിച്ചുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് കോടതിയിലുണ്ടായത്? പൂജ, ഇന്നലെ വൈകിട്ടോടെ നാടിനെ നടുക്കിയ വലിയ ഒരു കൊലപാതകത്തിന്റെ കൂട്ടക്കൊലപാതകമായിരുന്നു ഇന്നലെ പറവൂരിൽ നടന്നിരുന്നത്. അതിന്റെ പ്രതിയായിട്ടുള്ള ഋതുവിനെ ഇവിടെ പറവൂർ കോടതിയിൽ കൊണ്ടുവന്നപ്പോഴാണ് അല്പം മുൻപ് ഈ നാട്ടുകാരായിട്ടുള്ള ജിതിന്റെ ഈ അപകടത്തിൽ പരിക്കുപറ്റി മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെയും സുഹൃത്തുക്കളും നാട്ടുകാരുമായിട്ടുള്ളവർ ഇവിടെ തടിച്ചുകൂടുകയും ഈ പ്രതിയായുള്ള ഋതുവിന് നേരെ കയ്യേറ്റവും അതുപോലെ അസഭ്യവർഷവും അടക്കമുള്ള കാര്യങ്ങളിലോട്ട് കടന്നതും അപ്പോഴായിരുന്നു കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴായിരുന്നു. കോടതിയിൽ ഹാജരാക്കി ആദ്യം ഈ പോലീസ് ജീപ്പിൽ എത്തി കോടതി വളപ്പിൽ ഇറക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ അസഭ്യവർഷവുമായി ഈ നാട്ടുകാരും ജിതിന്റെ സുഹൃത്തുക്കളും വട്ടം കൂടിയിരുന്നു. അത്തരത്തിൽ പോലീസ് ഏറെ പണിപ്പെട്ടായിരുന്നു ഈ പ്രതിയെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയത്. അതിനുശേഷം കോടതി നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു കയ്യേറ്റ ശ്രമം അടക്കമുള്ള വലിയ രീതിയിലുള്ള ഉന്തും തള്ളിലോട്ടും കാര്യങ്ങൾ പോയത്. അസഭ്യവർഷമടക്കം ഈ ഒരു സമയത്തും ഋതുവിന് നേരെ ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. ഏതായാലും വളരെ കഷ്ടപ്പെട്ട് പോലീസ് പ്രയാസപ്പെട്ടായിരുന്നു ഒരു വിധത്തിൽ ഈ ആളുകളിൽ നിന്നും ഋതുവിനെ സംരക്ഷിച്ച് അവിടെ നിന്നും ആളുകളിൽ നിന്നും മർദ്ദനമേക്കാതെ അവിടെ നിന്നും മാറ്റി കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിയിലോട്ട് പോലീസിന് വന്നത് ഏറെ പണിപ്പെട്ട ഒരു ശ്രമമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഋതുവിനെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ 14 ദിവസത്തോട്ട് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പോലീസിന്റെ അടുത്ത നടപടി എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ അല്പം മുൻപ് ഡിവൈഎസ്പി പറഞ്ഞതും ഈ മാനസിക സർട്ടിഫിക്കറ്റ്, മാനസിക ആരോഗ്യം തകർന്ന നിലയിലുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരുന്നു. ഇന്നത്തെ ചോദ്യം ചെയ്യലിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെ വിശദമായ ചോദ്യം ചെയ്യലുകൾ നടത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണം. ഇത്തരത്തിൽ ഈ മാനസിക ആരോഗ്യത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഋതു എങ്ങനെയാണ് അത് ഉണ്ടെന്നും പറഞ്ഞു നാട്ടുകാരെയും പോലീസിനെയും ഇതിനു മുമ്പ് കബളിപ്പിച്ചതും അതുപോലെ തന്നെ ഇതിനു മുമ്പും ഈ നാട്ടുകാർ നൽകിയ പരാതിയിൽ ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളൊരു കാട്ടിയായിരുന്നു ഈ പോലീസിന്റെ കയ്യിൽ നിന്ന് അടക്കം രക്ഷപ്പെട്ടത് എന്ന വിവരമാണ് നാട്ടുകാരും പങ്കുവച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അടക്കം വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അതിനായി പോലീസ് നാളെ വിവരങ്ങൾ നൽകിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഋതു. 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്.